ലണ്ടനിൽ പോയതിൻ്റെ ക്ഷീണം മാറുന്നതിന് മുമ്പ് തലമണ്ടയ്ക്ക് പിന്നെയും കിട്ടി എന്നതുപോലെയാണ് നമ്മുടെ ആരിഫിന് ലഭിച്ച പണി. ഓയാ കോളിംഗ് എന്ന് പറയുന്ന ഒരു കോമഡി പരിപാടിയുണ്ട്. ആ കോമഡി പരിപാടിയുടെ വാർഷികം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വെച്ചിട്ട് അവിടെ ഒരു ഉസ്താദ് വന്നു, ഒരു ഉസ്താദ് യുക്തിവാദത്തിന് നേതൃത്വം കൊടുത്തു, അവരുടെ പ്രോഗ്രാമിന് നേതൃത്വം കൊടുത്തു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ മാക്സിമം പ്രചരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ ആ ഉസ്താദ് പ്രസംഗിച്ച പ്രസംഗം അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൗഹീദും ദീനിൻ്റെ നിയമങ്ങളും അവിടെ വന്നിരുന്ന ഓരോ യുക്തിവാദികളുടെയും നെഞ്ച് പുലർത്തിക്കൊണ്ട് സംസാരിച്ച സംസാരം അത് വലിയൊരു ചർച്ചയായിട്ടുണ്ട്. ജീവിതത്തിൽ ആരിഫ് എന്ന് പറയുന്ന ആ സഹോദരനേറ്റ ഒരിക്കലും തേച്ചാലും മായ്ച്ചാലും മാറാത്ത വല്ലാത്തൊരു ആഘാതമാണ് ആ കോയാ കോളിങ്ങിൽ അതിൻ്റെ വാർഷിക പരിപാടിക്ക് അദ്ദേഹം ഏറ്റുവാങ്ങിയത്. ആ പരിപാടിയിൽ ഏതാണ്ട് അരമണിക്കൂറോളം തുടക്കം മുതൽ ഒടുക്കം വരെ പടച്ചവനുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് യുക്തിവാദത്തിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടും ആ പോസ്റ്റർ കാണിച്ച് ഉസ്താദ് പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച ആ പരിപാടിയിലെ ആ ഉസ്താദിൻ്റെ പ്രസംഗം നിങ്ങൾ മുഴുവനും കേൾക്കണം. ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങളോട്, പ്രത്യേകിച്ച് വിശ്വാസികളോട്, നിങ്ങൾ മുഴുവനും ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ആ സ്പീച്ചിലേക്ക് പോകാം. അസ്സലാമു അലാ മനിത്തബഅൽ ഹുദ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സർവ്വലോകങ്ങളും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവേശ്വരനായ ജഗദീശ്വരനായ ജഗന്യന്താവായ സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ്റെ പരിശുദ്ധ നാമത്തെ മുൻനിർത്തി ഞാൻ തുടങ്ങുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ദുലിം വകാന അല്ലാഹു സമീഅൻ അലീമാ. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. സുബ്ഹാനൽ അബദിയിൽ അബദ്, സുബ്ഹാനൽ വാഹിദിൽ അഹദ്, സുബ്ഹാനൽ ഫർദിസ് സമദ്, സുബ്ഹാന മൻ റഫഅ അസ്സമാഅ ബിഗൈരി അമദ്, സുബ്ഹാന മൻ ബസതൽ അർളി അലൽ മാഇ ഫജമദ്, സുബ്ഹാന മൻ ഖലഖൽ ഖൽഖ ഫഅഹ്സാഹും അദദ, സുബ്ഹാന മൻ ഖലഖൽ അർസാഖ വലം യംസ അഹദ, സുബ്ഹാനല്ലദീ ലം യത്തഖിദ് സാഹിബതൻ വലാ വലദ, സുബ്ഹാനല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എൻ്റെ പ്രിയപ്പെട്ട യുക്തിവാദികളായ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ 1.5 വർഷം മുമ്പ് ഞാൻ കോയാ കോളിങ്ങിലേക്ക് ഒരു കോൾ ചെയ്തതോടുകൂടി നമ്മൾ തമ്മിൽ ഇത്ര വിശാലമായ ഒരു സൗഹൃദം രൂപപ്പെട്ടു. ഈ സദസ്സിൽ തന്നെ ഒരു പക്ഷേ എന്നെ പരിചയമുള്ള ആളുകൾ, പരിചയപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാകാം. എത്രയോ ആളുകളുമായി വിശാലമായ ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ആ ഒരു പരിപാടിയുടെ സാധിച്ചു. സാധാരണ കോയാ കോളിങ്ങിലേക്ക് വിളിക്കുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെ 4 തെറി പറഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് 10 ഇരട്ടി തിരിച്ച് വാങ്ങി പോകാറാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച ദിവസം ഞാൻ അദ്ദേഹത്തെ സാർ എന്ന് വിളിച്ച് സംസാരിച്ചു. അതിനെ തുടർന്നാണ് നമ്മൾ തമ്മിൽ സൗഹൃദം രൂപപ്പെട്ടത്. പക്ഷേ എനിക്ക് ചില സൗഹൃദങ്ങൾ നഷ്ടപ്പെടാനത് കാരണമായി. അതെന്താണെന്ന് ചോദിച്ചാൽ ചില ആളുകളുടെ ചിന്താഗതിയുടെ ഒരു പ്രശ്നമാണത്. ഞാൻ സമസ്തയുടെ ഒരു പ്രവർത്തകനാണ്, വർഷങ്ങളായി സമസ്തയുടെ മദ്രസയിലെ അധ്യാപകനാണ്. സമസ്ത എന്ന് പറഞ്ഞാൽ അത് സൂഫി ശരണിയിലൂടെ വന്നതാണ്. സൂഫി ചിന്താഗതി എന്ന് പറഞ്ഞാൽ എതിരാളികളോട് സ്നേഹത്തോടെ സംസാരിക്കുക എന്നതാണ്. പ്രബോധനത്തിന് ഏറ്റവും നല്ല ഭാഷ ഉപയോഗിക്കുക എന്നതാണ് ഖുർആനിൻ്റെ അധ്യാപനം. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ മുഹമ്മദ് നബിയോട് അള്ളാഹു പറയുന്നതായി കാണാം, നിങ്ങൾ അവരോട് ലോലഹൃദയനായി സംസാരിക്കുക എന്ന്. വാസ്തവത്തിൽ മുഹമ്മദ് നബി വളരെ സ്നേഹത്തോട് കൂടിയായിരുന്നു പ്രബോധനം ചെയ്തിരുന്നത്. ഏറ്റവും അലിവോട് കൂടി ജനങ്ങളോട് സംസാരിക്കുന്ന നബിയോട് വീണ്ടും ഖുർആൻ ഉത്ബോധിപ്പിക്കുകയാണ്, നിങ്ങൾ അവരോട് ലോലഹൃദയനായി സംസാരിക്കണമെന്ന്. അപ്പോൾ ഏതൊരു സമൂഹത്തോട് സംസാരിക്കുന്നവനും ആ സമൂഹത്തോട് ഇണങ്ങുന്നവരായിരിക്കണം, ആ സമൂഹത്തോട് സ്നേഹമുള്ളവരായിരിക്കണം. അത് വെറുതെ പ്രകടിപ്പിക്കുന്നതാകരുത്. ചില സംഘടനകളൊക്കെ സ്നേഹസംവാദം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെപ്പോലുള്ള ആളുകളുമായിട്ട് മുട്ടാറുണ്ട്. പക്ഷെ ആ സ്നേഹത്തിനൊന്നും നിലനിൽപ്പ് ഉണ്ടാകാറില്ല. കാരണം അതൊക്കെ പ്രകടനപരത ആയതുകൊണ്ടാണ്. പക്ഷെ ഞങ്ങളുടെ സൂഫികളുടെ രീതി അങ്ങനെയല്ല. ഞങ്ങളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. കാരണം ഞങ്ങൾ ആരോട് സംസാരിക്കുന്നുവോ അവർ രക്ഷപ്പെടട്ടെ, അവർ നന്നാകട്ടെ, അവർ അള്ളാഹുവിനെ അറിയട്ടെ, അവർ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ സമൂഹത്തോട് സംസാരിക്കുന്നത്. അത് യുക്തിവാദികളാകട്ടെ, ഏത് ആളുകളാകട്ടെ, ഏത് ചിന്താഗതിക്കാരാകട്ടെ, അവരോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ സ്നേഹത്തോടെ സംസാരിക്കുന്നത്, ഞങ്ങൾ കാണിക്കുന്ന സ്നേഹം ഒരിക്കലും അഭിനയമല്ല. ഞങ്ങളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഉള്ളിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് അത് ഈ സൗഹൃദം ഇത്രമാത്രം രൂപപ്പെട്ടത്. ഹൈത്തമി ഉസ്താദ് നിങ്ങളോട് വളരെ സ്നേഹത്തോടെ സംവാദം നടത്തിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹവും നിങ്ങളും തമ്മിൽ ആ ഒരു സൗഹൃദം വന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം വെറും സംഘാടകൻ മാത്രമല്ല, അദ്ദേഹം സൂഫി ശരണിയിലൂടെ വന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നിങ്ങളോട് സ്നേഹത്തോടെ സ്നേഹസംവാദം എന്ന് വെറും സ്നേഹസംവാദമല്ല, അദ്ദേഹത്തിൻ്റെ സംവാദങ്ങളൊക്കെ ആ സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ്. കാരണം ഉള്ളിൽ ഉള്ളതേ പുറത്ത് വരാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഞങ്ങൾ സ്നേഹത്തോടെ ജനങ്ങളോട് സംവദിക്കുന്നത്. എനിക്കൊരു ആത്മീയ ഗുരുണ്ട്, ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരുമായിരുന്നു. ഉസ്താദ്
വർഷങ്ങളായി സമസ്തയുടെ പണ്ഡിതനാണ്, സൂഫി സരണിയുടെ ഒരു പ്രവർത്തകനാണ്. കണ്ണൂർ ഭാഗത്ത് സൂഫിസാണ് അദ്ദേഹത്തിൻ്റെ സജീവ പ്രവർത്തന മേഖല. ഞാനും കുറേ ആളുകൾ കണ്ണൂരായിരുന്നു, എൻ്റെ ഒരുപാട് കാലമായിട്ട് കണ്ണൂരായിരുന്നു എൻ്റെ പ്രവർത്തന മേഖല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട സൂഫി ശരണിയുടെ പ്രവർത്തകനായതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിലൂടെയായിരുന്നു നമ്മൾ രൂഢമാലമായ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പരിപാടിയിലേക്ക് എന്നെ ഉദ്ഘാടകനായി ക്ഷണിച്ചപ്പോൾ ഞാൻ ഉസ്താദിനോടാണ് ചോദിച്ചത്, ഞാൻ പോയിട്ട് ആദ്യം ചില സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞത് വേണ്ട, അവർ ശരിക്കും സമയം തരൂല, എനിക്ക് സംസാരിക്കാനൊന്നും അവസരം തരൂല. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഹൈത്തമി ഉസ്താദിന് അവർ ശരിക്കും അവസരം കൊടുത്തല്ലോ, അവർ സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് ഹൈത്തമി ഉസ്താദ് ചെന്നു, നമ്മുടെ ആശയങ്ങൾ പറയാനുള്ള അവസരം ശരിക്കും കൊടുത്തല്ലോ, അവർ മാന്യമായി പെരുമാറുന്നവരാണ്, അങ്ങോട്ട് മാന്യത കാണിച്ചാൽ തിരിച്ചിങ്ങോട്ട് മാന്യത കാണിക്കുന്നവരാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്നൊക്കെയാണ് അവർ പറയുക. അവസാനം ഞാൻ ഉസ്താദിനോട് എൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിച്ച ഉസ്താദിന് അനുവാദം തന്നു. അതുകൊണ്ടാണ് വന്നത്. ഉസ്താദ് അനുവദിച്ച് കഴിഞ്ഞാൽ, കാരണം ആത്മീയ ഗുരുവും ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസപ്രകാരം അവർ പൊയ്ക്കോന്ന് പറഞ്ഞാൽ പിന്നെ ലോകം മുഴുവൻ പോകണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോന്നിരിക്കും. അതേ സമയത്ത് ഉസ്താദ് ഇങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ എല്ലാവരും നീ അവിടെ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ വരില്ല. അപ്പോൾ ഉസ്താദിൽ നിന്ന് ഒരു അനുവാദം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അത് പിന്നെ ഈ ദീനിൻ്റെ കാര്യങ്ങൾ, ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ജനങ്ങളോട് പ്രബോധനം ചെയ്യാൻ ഓരോ കാലത്തും പ്രവാചകന്മാർ വരും. പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞു, ഇനി വരുന്നത് സൂഫികളാണ്, സൂഫികളായ പണ്ഡിതന്മാരാണ്, എളമ്പാറസ്ഥാനെ പോലുള്ള മഹാന്മാരാണ്. അപ്പോൾ അങ്ങനെയുള്ള മഹാന്യാനിൽ നിന്ന് നിർദ്ദേശം വന്നതോടുകൂടി അവിടുത്തെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങളിൽ ഒരു പക്ഷേ കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു ഹിദായത്തിലേക്ക് തിരിച്ചു വരാൻ എൻ്റെ വാക്കുകൾ ഉപകരിച്ചേക്കാം എന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് ഞാൻ ഈ പറയുന്നത് നിങ്ങളോട് മാത്രമല്ല, ഇത് യൂട്യൂബിലൂടെ ഭാവിയിൽ ഈ പ്രസംഗം കേൾക്കാൻ സാധ്യതയല്ല. ധാരാളം ആളുകൾ പുറത്ത് കോയാ കോളിങ്ങിലെ പരിപാടിയൊക്കെ കണ്ട് എന്നെ തെറ്റിദ്ധരിച്ച എത്രയോ ആളുകൾ, ഞാൻ മുമ്പ് ജോലി ചെയ്ത സ്ഥാപനത്തിലെ ആളുകൾ, അല്ലെങ്കിൽ ഞാൻ മുമ്പ് പഠിപ്പിച്ച വിദ്യാർത്ഥികളായ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു മൊയ്ലാർ വേഷം കെട്ടിയതാണ്, വെറുതെ സംസാരിക്കാൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ മൊയ്ലാർ കൂറ് മാറിപ്പോയി എന്ന രീതിയിലൊക്കെ എന്നെ തെറ്റിദ്ധരിച്ച ധാരാളം ആളുകളുണ്ട്. ആ തെറ്റിദ്ധാരണ നീക്കണം എന്ന ഒരു ഉദ്ദേശം കൂടി ഉള്ളത് കൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് ഞാൻ വന്നത്. കാരണം അന്ന് സംഭവിച്ചത് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടും. കാരണം ആരിഫ് സാർ അന്ന് അദ്ദേഹത്തിന് പറയാനുള്ള ആവേശം കൊണ്ട് കുറേ കാര്യങ്ങളങ്ങ് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സംസാരിക്കാനും സമയം കിട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അദ്ദേഹം പറയുന്നതൊക്കെ മൂളിക്കേട്ടത് എന്തിന് സമ്മതിച്ചു കൊടുത്തതല്ല, മറുപടി പിന്നീട് പറയാമെന്ന് കരുതിയതാണ്. പക്ഷേ ഞാൻ പറയുമ്പോൾ അദ്ദേഹം ഇടയ്ക്ക് സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ വേണ്ടത്ര സംസാരിക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ എന്താണെന്ന് സംഭവിച്ചത് അതും എല്ലാവരും അറിയണമല്ലോ. അതും കൂടി കണക്കിലെടുത്താണ് ഞാൻ ഈ പരിപാടിയിലേക്ക് വന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഞാൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ, അത് നമ്മുടെ കടമയാണല്ലോ, നമ്മുടെ ജോലി അതാണല്ലോ. ആ നിലയ്ക്ക് ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇസ്ലാമിലേക്ക് വരേണ്ടത്. അറിയാതെ അള്ളാഹുവിനെ ആരാധിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരിൽ നിന്നാണ് നിങ്ങൾക്ക് മോശമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ വിമർശിക്കുന്ന ഒരാളോട് ഒരിക്കലും ദേഷ്യം ഉണ്ടാവില്ല. കാരണം അവനെ അള്ളാഹിനെ അറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിമർശനം. അത് അറിയുമ്പോൾ അവൻ തിരിച്ചു വരും, നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ വെറുക്കാത്തത്, സൂഫികൾ ആരും നിങ്ങളെ വെറുക്കാത്തത് എന്നുകൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇസ്ലാമിനെയും അള്ളാഹുവിനെയും മുഹമ്മദ് നബിയും ഒക്കെ വിമർശിക്കുമ്പോഴും ആ വിമർശിക്കാനുള്ള ഊർജ്ജം, അതിനുള്ള ആരോഗ്യം, അത് ഒരു ശ്വാസം പോലും നിങ്ങൾക്ക് തരുന്നത് ആരാണ്? അള്ളാഹു തന്നെയാണ്. അപ്പം നിങ്ങളോട് അത്രമാത്രം കാരുണ്യത്തോടു കൂടി അള്ളാഹു പ്രവർത്തിക്കുകയാണ്. നമ്മുടെ വായിൽ വരുന്ന ഒരു ഉമിനീര്, ഒരു 75 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ ഒരു വലിയ നീന്തൽക്കുളം നിറയെ നിറക്കാനുള്ള ഉമിനീര് വരെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത്രമാത്രം നമ്മെ അനുഗ്രഹിക്കുന്ന റബ്ബ്, നമ്മുടെ ഒരു വിലനെ അനക്കാൻ പോലും ഓരോ സമയം അള്ളാഹു നമുക്ക് കഴിവ് തന്നുകൊണ്ടിരിക്കുകയാണ്. ആ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിലേക്ക് മടങ്ങി വരേണ്ടത്. ഇസ്ലാമിലെ ഓരോ കാര്യങ്ങളും അള്ളാഹുവിനോടുള്ള സ്നേഹത്തോടെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഉത്തരം കിട്ടും. ഒരാളോടും സംവാദം നടത്തിയിട്ടല്ല ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്. സൂഫികൾ ആരും സംവാദം നടത്തിയിട്ടല്ല ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്. മുഹമ്മദ് നബി ആരുമായിട്ട് സംവാദം നടത്തിയിട്ടല്ല ജനങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്. ഇസ്ലാമിൻ്റെ അത്ഭുതങ്ങൾ, നബിയുടെ സ്നേഹം അത് മനസ്സിലാക്കിയിട്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്. അന്ന് അറേബ്യയിലെ ആളുകൾ എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു ചെറിയ കാര്യത്തിന് പോലും വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ആളുകളെ പ്രവാചകൻ 23 വർഷത്തെ പ്രബോധനത്തിന്റെ ഫലമായിട്ട് അവരെ കൂട്ടിയിണക്കി പരസ്പരം സ്നേഹത്തിലാക്കി. എത്രത്തോളം എന്ന് വെച്ചാൽ മദീന പള്ളിയുടെ മുമ്പിൽ 2 സഹാബികൾ കച്ചവടം ചെയ്തിരുന്നു. ഈ കച്ചവടം ചെയ്തിരുന്ന സഹാബികൾക്കിടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ജൂതമതസ്ഥനായ ഒരാൾ വരികയാണ്. അയാൾ എവിടുന്നാണ് വാങ്ങേണ്ടത് എന്ന് പോലും അറിയാതെ അന്തിച്ചു നിന്നുപോയി. കാരണം എന്താ അറിയോ, ഒരാൾ പറയാണ് അപ്പുറത്തുനിന്ന് വാങ്ങാൻ, അവൻ പറയാണ് ഇപ്പുറത്തുനിന്ന് വാങ്ങാൻ. കച്ചവട താല്പര്യത്തിന് വിരുദ്ധമായ രീതിയിൽ തന്റെ കൂട്ടുകാരന് ലാഭം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്, അതാണ് പ്രവാചകൻ അവർക്ക് പകർന്നു കൊടുത്ത സ്നേഹം. അത്രമാത്രം സ്നേഹച്ചരടിൽ അവരെ കോത്തുനിൽക്കാൻ 23 കൊല്ലത്തെ പ്രബോധന പ്രവർത്തനങ്ങളെ കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചു. ആ സ്നേഹത്തിന്റെ തണലിലായിക്കൊണ്ടാണ് ഈ അറ്റത്ത് നിന്ന് സൂഫികളായ ആളുകൾ ഇസ്ലാമിനെ സ്നേഹത്തോടു കൂടി ഇസ്ലാമിലേക്ക് ആളുകളെ മടക്കി വിളിക്കുന്നത്. ഇവിടെ അള്ളാഹു ഇല്ല, റസൂലില്ല, അല്ലെങ്കിൽ മരണശേഷം ഒരു ജീവിതമില്ല എന്നൊക്കെ പറയുന്ന ആളുകളോട് പണ്ട് സൂഫി വര്യനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്, മനോഹരമായ ഒരു ഉദാഹരണം. ഞാനത് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഒരു ഉമ്മ ഇരട്ട കുട്ടികൾക്ക് ഗർഭം ധരിക്കുകയാണ്. ഗർഭാശയത്തിൽ വെച്ച് തന്നെ ആ 2 കുട്ടികൾക്കും അള്ളാഹു പൂർണ്ണ ബുദ്ധി കൊടുക്കുകയാണ്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് അദ്ദേഹം, വെറും എക്സാമ്പിൾ മാത്രമാണ്. ആ ഗർഭാശയത്തിൽ വെച്ച് പൂർണ്ണ ബുദ്ധി കിട്ടിയ ഈ 2 കുട്ടികളിൽ ഒരാൾക്ക് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അള്ളാഹു അറിവ് കൊടുത്തു. ഭാവിയിൽ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അറിവ് കിട്ടിയ കുട്ടി മറ്റേ കുട്ടിയോട് പറഞ്ഞു, എടാ ഇതല്ല നമ്മുടെ ലോകം, ഇവിടുന്ന് പുറത്ത് പോയാൽ നമുക്ക് അവിടെ ഒരു ഭൂമിയുണ്ട്, വളരെ വിശാലമായ ഭൂമിയുണ്ട്, വളരെ വിശാലമായ ആകാശമുണ്ട്, അവിടെ നമുക്ക് ഉമ്മ ഉണ്ട്, വാപ്പുണ്ട്,
നീ സൈക്കിൾ ഓടിച്ച് കളിക്കും, ഞാൻ ബൈക്ക് ഓടിച്ച് കളിക്കും, വലുതാകുമ്പോൾ ഞാൻ വലിയൊരു സ്ഥാപനത്തിൻ്റെ മാനേജറാവും, നീ വലിയൊരു സ്കൂളിലെ മാഷാവും എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടി പറയാണ് എന്താണ് അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇത് മാത്രമാണ് ലോകം, ഇവിടുന്ന് പുറത്തു പോയാൽ നമ്മളെ മരണം, പിന്നെ നമുക്കൊരു ജീവിതമില്ല, പിന്നെ വേറെ ലോകമല്ല എന്ന് പറയുന്നു. പക്ഷെ ആര് പറഞ്ഞതാണ് അവസാനം ശരിയായത്? ഒന്നാമൻ പറഞ്ഞ പോലെ സംഭവിക്കുകയാണ്. ഇതുപോലെയാണ് മരണശേഷം ഒരു ലോകമില്ല എന്ന് പറയുന്ന നിങ്ങൾ ആ ലോകത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സ്വർഗമില്ല എന്ന് പറയുന്ന നിങ്ങൾ തീർച്ചയായിട്ടും സ്വർഗത്തിൽ എത്തുക തന്നെ ചെയ്യും. കാരണം നിങ്ങളെ മടക്കി വിളിക്കാനാണല്ലോ ഞാൻ വന്നത്. ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ ഞാൻ നിങ്ങളെ എത്തിച്ചിരിക്കും, ബീദിനില്ല അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി എത്തിച്ചിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഖുർആനിലേക്ക് വരാം. ഈ ഖുർആനിലെ 1-ാമത്തെ അധ്യായമാണ് ഫാത്തിഹ. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്. ഫാത്തിഹയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്. ഒരു പേര് മാത്രം ഞാൻ പരിചയപ്പെടുത്താം. സൂറത്തുൽ ഫാത്തിഹ എന്ന പേരിന് പുറമെ മറ്റൊരു പേര് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു, സൂറത്തു ഷിഫ. അത് ഷിഫയുടെ ആയത്തുകളാണ്. ഏത് രോഗങ്ങളും മാറ്റാൻ ഫാത്തിഹ കൊണ്ട് മാത്രം സാധിക്കും. അതാണ് കണ്ണൂർ ജില്ലയിൽ ഞാൻ പറയുന്ന എൻ്റെ ഉസ്താദ്, എളമ്പാറ ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആളുകൾ അവിടെ വരുന്നു, നാനാജാതി മതസ്ഥർ വരുന്നു, രോഗികളായി വരുന്നു, രോഗം മാറി തിരിച്ചു പോകുന്നു. അവിടുന്ന് ഖുർആൻ ഓതുന്നു. നിങ്ങൾക്ക് ഈ അത്ഭുതം നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കണം. 90 61 56 11 85. ഇതാണ് എൻ്റെ നമ്പർ. ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടണം. ഞാൻ ഉസ്താദിൻ്റെ അടുത്ത്, ഉസ്താദിനെ കാണാൻ താല്പര്യമുള്ളവരെ അവിടെ എത്തിക്കുക. നിങ്ങളോട് മാത്രമല്ല, ഈ പ്രസംഗം യൂട്യൂബിലൂടെ ഭാവിയിൽ കേൾക്കാൻ സാധ്യതയുള്ള ആളുകൾക്ക് എല്ലാവർക്കും. കാരണം ഈമാൻ കുറഞ്ഞവർക്ക് ഈമാൻ വർദ്ധിപ്പിക്കാനും ഈമാൻ തീരെ ഇല്ലാത്തവർക്ക് ഈമാൻ തിരിച്ചു കിട്ടാനും ഉസ്താദിനെ ഒന്ന് കണ്ടാൽ മതി. അതിന് ഒരുപാട് പണ്ഡിതന്മാരുമായിട്ട് സംവാദം നടത്തേണ്ട കാര്യമില്ല. ഇത് നിങ്ങളെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരുക ഉസ്താദ്. നിങ്ങളെ ചോദ്യങ്ങൾ ഇല്ലാതാക്കുക, അതാണ് ഉസ്താദിൻ്റെ വിദ്യ. അവിടെ വരുന്നവർക്ക് രോഗിയായി വരുന്നവർക്ക് രോഗം മാറി തിരിച്ചു പോകുന്നു. ഉസ്താദ് ഫാത്തിഹ ഓതുമ്പോൾ അരമണിക്കൂർ ഉസ്താദിന്റെ മുമ്പിൽ ഇരുന്നാൽ രോഗികളായി വന്ന ആളുകൾ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈമാൻ ഇല്ലാതെ വന്ന ആളുകൾ ഈമാൻ കിട്ടിയിട്ടാണ് മടങ്ങി പോകുന്നത്. അവിടെ ഇത് തന്നെയാണ് മുഹമ്മദ് നബി കാണിച്ച അത്ഭുതം. പ്രസംഗിച്ചിട്ടല്ല, ഒരുപാട് സംഭാവന നടത്തിയിട്ടല്ല ആളുകളെ ഇസ്ലാമിക്ക് കൊണ്ടത്. ഇസ്ലാമിലെ അത്ഭുതങ്ങൾ കാണിച്ച, ഖുർആനിലെ അത്ഭുതങ്ങൾ കാണിച്ചിട്ടാണ്. ആ അത്ഭുതം ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. റസൂലിന്റെ മുഅ്ജിസത്താണ് ഖുർആൻ, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഇപ്പൊ തന്നെ ഞാനൊരു കാര്യം പറയാം. ഉസ്താദ് എനിക്കൊരു സംഗതി, ഒരു എനർജി പകർന്ന് തന്നിട്ടുണ്ട്. ചെറിയൊരു അനുവാദം, ഒരു ഇജാദത്ത് ഉസ്താദ് എനിക്ക് തന്നിട്ടുണ്ട്. ആ ഒരു അത്ഭുതം ഇവിടെ കാണിക്കാനുള്ള ഒരു ഇജാദത്ത് എനിക്ക് തന്നിട്ടുണ്ട്. മൈഗ്രൻ തലവേദന, അതുപോലെ ഷോൾഡർ വേദനയൊക്കെ ഇപ്പം വേദന ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സംഘാടകർ അനുവദിക്കുകയാണെങ്കിൽ ഇവിടെ അരമണിക്കൂർ എൻ്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ ഷിഫാക്കി തരാം. ബീദിനില്ല അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ഷിഫാക്കി തരാം. നിങ്ങൾ ഇസ്ലാമിലേക്ക് മടങ്ങി വരാൻ അത് കാരണമാവും. നീ ഇപ്പോൾ താല്പര്യം ഇല്ലെങ്കിൽ, ഇപ്പോൾ ഇവിടുത്തെ സംഘാടകരുടെ അനുവാദം അല്ലെങ്കിൽ നിങ്ങൾ ഞാനുമായി ബന്ധപ്പെട്ടാൽ മതി. അതിനാണ് ഞാൻ എൻ്റെ നമ്പർ പറഞ്ഞത് 90 61 56 11 85. നിങ്ങൾ ബന്ധപ്പെടണം, നിങ്ങൾ വിളിക്കണം. നിങ്ങൾ കാളാണ്ടി താഴത്തുള്ള എൻ്റെ റൂമിൽ വരണം. വിളിച്ചാൽ ഞാൻ അരമണിക്കൂറിൻ്റെ മുമ്പിൽ ഇരുന്നാൽ ശരിയാക്കി തരാം. ഈമാൻ ഇല്ലാത്തവർക്ക് ഈമാൻ തിരിച്ചു തരാം. ഈമാൻ കുറഞ്ഞ ആളുകൾക്ക് അത് പകർന്നു തരാം. ഞാൻ ഉസ്താദ് ആരിഫ് സാറിനോട് പണ്ട് ഫോണിൽ സംസാരിച്ച സമയത്ത്, 1.5 വർഷം മുമ്പ് സംസാരിച്ച സമയത്ത് ഞാൻ പറയുന്നൊരു വാക്കുണ്ട്. പണ്ട് നിങ്ങൾ ഈ പറയുന്ന ചിന്തകളൊക്കെ പണ്ട് എൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോയതാ. പിന്നീട് അതെങ്ങനെ പോയത്, അതെങ്ങനെ ഇല്ലാതായത്? സൂഫികളുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ്. ഞാൻ ഒരുപാട് സൂഫികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പലരുമായിട്ടും ആത്മീയ യാത്ര പല ആളുകളിലൂടെ ഞാൻ നടത്തിയിട്ടുണ്ട്. എൻ്റെ അന്വേഷണമായിരുന്നു. അതൊക്കെ അറിയാവുന്ന ആളുകളാണ് എൻ്റെ നാട്ടുകാർ. അതുകൊണ്ടാണ് ഞാൻ കോളിങ്ങിലേക്ക് അങ്ങനെയൊക്കെ വിളിച്ചിട്ട് എൻ്റെ നാട്ടുകാരും എന്നെ തെറ്റിദ്ധരിക്കാത്തതും. എൻ്റെ നാട്ടിലെ പള്ളിയിൽ കഴിഞ്ഞ നോമ്പിന് വരെ ഞാൻ പ്രസംഗിച്ചിരുന്നു. കാരണം എന്താണെന്നറിയാം, അവരിപ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ അവസരം തരുന്നു. കാരണം എന്താ പറയുക, എൻ്റെ ആത്മീയ യാത്ര, ഞാനൊരു ആത്മീയ അന്വേഷിയാണ് എന്ന് അവർക്കറിയാം. അപ്പോൾ കോളിങ്ങിലേക്ക് ഞാൻ വിളിച്ച കാര്യത്തിൽ ആർക്കും എന്നെ അറിയുന്ന ആർക്കും തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഞാനായിട്ട് ബന്ധപ്പെടാവുന്നതാണ്, വിളിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബന്ധപ്പെടാൻ നമ്മൾ തമ്മിലുള്ള ഈ സൗഹൃദം എന്നും നിലനിൽക്കണം. പ്രിയപ്പെട്ടവരെ, കുറേയൊക്കെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തെറ്റിദ്ധരിച്ചതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഒരു ചെറിയ കാര്യം, ഉദാഹരണം മാത്രം ഞാൻ പറയാം. പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞ ഒരു വാക്ക്, ഞാൻ സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ എന്ത് പറഞ്ഞു? ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളെയാണ് എന്ന് നബി പറഞ്ഞു. നിങ്ങളെന്ത് വിചാരിച്ചു? മുഹമ്മദ് നബി സ്ത്രീ ലംബടനാണ്, കണ്ടോ ഇയാൾ ഇങ്ങനെ പറയുന്നു, ഒരു നാണുമില്ലാതെ പറയുന്നു എന്നങ്ങ് പറഞ്ഞു വരുത്തി. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? 6-ാം നൂറ്റാണ്ടിലെ ആളുകൾക്ക് ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞാൽ ആ കുഞ്ഞിനെ കുഴിച്ചു മുടിയിരുന്ന ആളുകളായിരുന്നു. അവർക്ക് മുമ്പിൽ വെച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളെയാണ് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഒരു വിപ്ലവകാരിയുടെ വാക്കുകളായിരുന്നു. അതാണ് നിങ്ങൾ ഏറ്റവും ക്രൂരമായ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ തെറ്റിദ്ധാരണ മാറുന്നതാണ്. അതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓരോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളോട് സംസാരിച്ചിരുന്ന കാലത്ത് ജനങ്ങൾക്ക് പ്രവാചകൻ തന്നെയായിരുന്നു അവർക്ക് ഖുർആൻ, പ്രവാചകൻ തന്നെയായിരുന്നു അവർക്ക് കിതാബുകൾ. ഇക്കണ്ട കിതാബുകളൊന്നും അന്നില്ലായിരുന്നു. 1,00,000-ലധികം സഹാബികൾ കിതാബ് നോക്കിയിട്ടല്ല അധികം പഠിച്ചത്, മനുഷ്യരൂപത്തിലുള്ള ആ കിതാബ് നോക്കിയിട്ടാണ്. മനുഷ്യരൂപത്തിലുള്ള കിതാബായിരുന്നു മുഹമ്മദ് നബി, മനുഷ്യരൂപത്തിലുള്ള ഖുർആനായിരുന്നു മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബിയിലൂടെയാണ് അവർ ദീനിനെ പഠിച്ചത്. എന്നിട്ട് അവർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായില്ല. 12 കല്യാണം നബി കഴിച്ചിട്ടും അവർക്ക് നബിയെ വെറുക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് നബിയെ സ്നേഹിക്കാൻ കഴിഞ്ഞു. കാരണം നബി എന്താണ് എന്ന് അവർ മനസ്സിലാക്കി. നബി എന്താണ് എന്ന് മനസ്സിലാക്കിയ സമൂഹം നബിയുടെ കൂടെ നിന്നു.
എന്നാൽ ഇന്ന് 1400 കൊല്ലങ്ങൾക്ക് ശേഷം ചില ആളുകൾ ഗ്രന്ഥങ്ങളിലൂടെ കിതാബുകളിലൂടെ നബിയെ പഠിക്കാൻ നോക്കിയപ്പോൾ തെറ്റി. അപ്പോൾ ചിലർക്ക് തോന്നാണ് എവിടെയോ എന്തൊക്കെ തകരാറുണ്ട്. ഇവിടുന്ന് നമ്മൾ 1400 വർഷങ്ങൾക്ക് ശേഷം ഇപ്പം മൈക്രോസ്കോപ്പ് വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് എവിടേക്കോ തകരാറുണ്ട്, മുഹമ്മദിന് എന്തൊക്കെ പ്രശ്നമുണ്ട്. അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. കാരണം മുഹമ്മദ് നബിയെ അറിയുന്ന ആളുകൾ, അക്കാലത്ത് എത്രയോ ബുദ്ധിജീവികളായ ആളുകൾ നബിയെ അന്ധമായി ഫോളോ ചെയ്യാൻ കാരണം എന്താണ്? നബിയുടെ സ്വഭാവ ഗുണം അവർ മനസ്സിലാക്കി. ആ കണ്ടതല്ല നബി എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുണ്ടായിരുന്നു, അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ദാലിക്കൽ കിതാബിൽ ആ റൈബ ഫിഹി എന്ന് പറഞ്ഞത് ആ കിതാബിനെ കുറിച്ചാണ്. നിങ്ങൾ ഈ പരിഭാഷ വായിക്കും തോറും അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി വരുന്ന ഈ കിതാബ്, ഈ ഗ്രന്ഥത്തെ പറ്റിയല്ല. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫിഹി, അതാണ് ഗ്രന്ഥം എന്ന് പറയും. ഇതാണ് ആ ഗ്രന്ഥം, ഇതാണ് ആ ഗ്രന്ഥം എന്ന് പറയും. ഇത് ഹാദൽ കിതാബ് എന്നല്ല പറയേണ്ടത്. ദാലിക്കൽ കിതാബ് മനുഷ്യരൂപത്തിലുള്ള ആ കിതാബിനെ കുറിച്ചാണ്. ഖിയാമത്ത് നാളെ വരെ നിലനിൽക്കുന്ന കിതാബ് ആ കിതാബാണ്. ഖിയാമത്ത് നാളെ പോകുമ്പോൾ ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന പറയുന്ന കിതാബ് ഈ മുസഫുകളല്ല. ഈ മുസഫുകൾ ആകാശത്തേക്ക് ഉയർന്നതല്ല. ഇവിടെ മഹാന്മാർ ഇല്ലാതാകും, സൂഫിയാക്കൾ ഇല്ലാതാകും എന്നാണ് പറഞ്ഞത്. അപ്പം പ്രവാചകന് ശേഷം ആ ദൗത്യം ഇവിടെ നിലനിൽക്കുന്നത് സൂഫി ഗുരുക്കന്മാരിലൂടെയാണ്. ഞാൻ പറഞ്ഞ അളമ്പാർ ഉസ്താദിനെ പോലുള്ള ആളുകൾ. അവർക്ക് മുമ്പ് ഞാൻ ഒരു ഉസ്താദിനെ കാണാൻ പോകാറുണ്ടായിരുന്നു. വളാഞ്ചേരിയിൽ ഇന്നുള്ളൊരു ഉസ്താദാണ്, എടയൂര് ബാബു ഉസ്താദ്. അദ്ദേഹത്തെ ഞാൻ കണ്ട ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക്, ഞാൻ ചോദിക്കാൻ വിചാരിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഉപചോദ്യങ്ങൾ അവിടെ ഇല്ലാതാകുകയാണ്. കാരണം ഉസ്താദിന് എങ്ങനെ ഇത് പറയാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതാണ് മഹാന്മാർ കാണിക്കുന്ന അത്ഭുതം. അങ്ങനെയാണ് നമ്മുടെ സംശയങ്ങൾ അവർ ഇല്ലാതാക്കുന്നത്. അവർക്ക് ഒരുപാട് പ്രസംഗിക്കേണ്ടതില്ല. ഞാൻ പിന്നെ കണ്ണൂരിലെ എൻ്റെ പ്രവർത്തന മേഖല അവിടെ ആയതുകൊണ്ടും പിന്നെ സമസ്തയുടെ ആളുമാണ് അളമ്പാർ ഉസ്താദ്. അങ്ങനെയാണ് ഞാൻ ഗുരുവിനെ മാറ്റിപ്പിടിച്ചത്. മറ്റേ ഗുരു ബാറ്ററി കുറഞ്ഞതുകൊണ്ടല്ല മാറ്റിപ്പിടിച്ചത്. ഞാൻ അദ്ദേഹത്തെ മാറ്റിപ്പിടിച്ചത് എൻ്റെ സൗകര്യത്തിന് വേണ്ടി അടുത്തിടപഴകാനുള്ള സൗകര്യം വിചാരിച്ചിട്ടാണ്. ഞാൻ ഈ അളമ്പാർ ഉസ്താദാണ് ഇപ്പോൾ എൻ്റെ ആത്മീയ ഗുരു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്കാണ് ഞാൻ ആളുകളെ ക്ഷണിക്കാറുള്ളത്. കാരണം നമ്മൾ ഒരുപാട് സംവാദം നടത്തേണ്ട ആരില്ല. ഉസ്താദിൻ്റെ മുമ്പിലേക്ക് എത്തിച്ച ഉസ്താദം ഒന്ന് കണ്ടാൽ തന്നെ ആളുകൾ നന്നാകും. അതെനിക്ക് ഉറപ്പാണ്. ഈമാൻ ഇല്ലാത്ത ആളുകൾക്ക് ഈമാൻ പകർന്നു കൊടുക്കാനും ഈമാൻ ഉള്ള ആളുകൾക്ക് അത് വർദ്ധിപ്പിക്കാനും ഉസ്താദ് കാരണക്കാരനാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ ഉസ്താദിൻ്റെ മുമ്പ് ആളുകളെ കൊണ്ടായി. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ ജനങ്ങളോട് സംസാരിക്കുന്നത് ആ രൂപത്തിലാണ് ഓരോ മനുഷ്യരോടും സൂഫി ഗുരുക്കന്മാർ സംസാരിക്കാറുള്ളത്. അവൻ്റെ അവസ്ഥ നോക്കി, അവൻ്റെ സാഹചര്യം നോക്കിയിട്ടാണ്. ഉദാഹരണത്തിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളോട് സംസാരിച്ച ഒരു രീതി എങ്ങനെയാണ്? ഒരിക്കലും ഒരാൾ വന്ന് പ്രവാചകനോട് ചോദിക്കുകയാണ്, നബിയെ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എനിക്ക് കടപ്പാടുള്ളത് ആരോടാണ്? അപ്പോൾ പ്രവാചകൻ പറയുകയാണ്, നിന്റെ മാതാവിനോട്. അയാൾ വീണ്ടും ചോദിക്കുന്നു, പിന്നെ ആരോട്? അപ്പോഴും പ്രവാചകൻ പറയുന്നു, നിന്റെ മാതാവിനോട്. വീണ്ടും അയാൾ ചോദിക്കുന്നു, പിന്നെ ആരോട്? അപ്പോഴും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിന്റെ മാതാവിനോട്. പിന്നെ ആരോട് എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് നിന്റെ പിതാവിനോട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് തോന്നും പിതാവിനെ 4ാം സ്ഥാനത്തിലേക്ക് തള്ളി എന്ന്. വാസ്തവത്തിൽ അതല്ല. മാതാവിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ആ വ്യക്തി മാതാവിനെ അവഗണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അവനോട് മാതാവിനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു. നേരെ തിരിച്ച് മറ്റൊരു ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വേറൊരാൾ വരുന്നു. അയാൾ പിതാവിനെ അവഗണിക്കുന്ന വ്യക്തിയായിരുന്നു. പിതാവിനോടൊന്നും ഉണ്ടൂല, മാതാവിനോട് മാത്രം. എങ്ങോട്ട് പോവുകയാണെങ്കിൽ മാതാവിനോട് പറഞ്ഞങ്ങ് പോകും. ഉപ്പനോട് മുണ്ടേയില്ല, ഉപ്പനോട് സംസാരിക്കില്ല, ഉപ്പൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കില്ല. ഇന്ന് കുറേ ആളുകളുണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ആ വ്യക്തിയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് പ്രവാചകൻ ആ വ്യക്തിയോട് പറയുന്നു, നീയും നിന്റെ സ്വത്തും നിന്റെ പിതാവിനുള്ളതാണ്. നീയും നീ സമ്പാദിച്ചതൊക്കെ പിതാവാണ്. അവിടെ പിതാവിനെയാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. ഇനി ഒരാൾ നിസ്കാരത്തെ അവഗണിക്കുന്ന ആളാണെങ്കിൽ അവനോട് നിസ്കാരത്തെ ആയിരിക്കും ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാം. വേറൊരാൾ ദാനധർമ്മങ്ങൾ, സാമൂഹ്യ പ്രവർത്തനത്തെ അത്ര അവഗണിക്കുന്ന ഒരാളാണെങ്കിൽ അയാളോട് ഏറ്റവും വലിയ ആരാധന സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയും. ഇങ്ങനെ ഓരോ വ്യക്തിയുടെയും അവസ്ഥ മനസ്സിലാക്കി അവനെ സംസ്കരിച്ചെടുക്കുന്നതാണ് പ്രവാചകന്റെ രീതി. അതേ രൂപത്തിലാണ് സൂഫികൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. മനുഷ്യരൂപത്തിലുള്ള കിതാബാണ് അവർ. അപ്പോൾ സൂഫികൾ, നമ്മളൊരു കിതാബ് നോക്കിയാൽ അതിൽ മൊത്തത്തിൽ ഒരുപാട് നിയമങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, അത് എല്ലാവർക്കും എല്ലാ നിയമങ്ങളും ഫോളോ ചെയ്യാനുള്ളതല്ല. ഈമാൻ കാര്യങ്ങളിൽ തന്നെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞത് എല്ലാവരോടും അല്ല, ഹജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞത് എല്ലാവരോടും അല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉള്ളതല്ല. ഒരു ഡോക്ടർക്ക് ഒരു മരുന്നിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയാൽ അതിൽ പറയുന്ന മരുന്ന് എല്ലാവർക്കും ഉള്ളതല്ല. ഒരു മെഡിക്കൽ ഷോപ്പിലുള്ള എല്ലാ ഗുളികകളും എല്ലാവർക്കും ഉള്ളതല്ല. അത് ആർക്ക് എന്ത് ചെയ്ത് എങ്ങനെ എന്ന് കൃത്യമായി നിർവചിക്കാൻ പറ്റുന്ന സമർത്ഥനായ ഡോക്ടറുടെ കുറിപ്പോട് കൂടി നമ്മൾ മരുന്ന് വാങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും അപ്പോൾ നിർണ്ണയിച്ചു തരാൻ പറ്റുന്ന ഒരു ആത്മീയ ഗുരു നമുക്ക് വേണം. അങ്ങനെ ഒരു ഗുരു ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ YPH പോകാൻ കാരണം. YPH പോകാൻ കാരണം എന്നാൽ സ്വർഗത്തിലേക്ക് എത്തൂല എന്നല്ലട്ട പറഞ്ഞത്. അതല്ല അള്ളാഹുവിലേക്ക് എത്തണം, അതാണ് സ്വർഗത്തിലേക്ക് എത്താതിരിക്കട്ടെ, അള്ളാഹുവിലേക്ക് എത്തുക. അത് നമ്മുടെ ഓരോരുത്തരും ബാധ്യതയാണ്. കാരണം നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബിനെ അറിഞ്ഞ് ആരാധിക്കുക എന്നതാണ് നമ്മുടെ അത് തീർച്ചയായിട്ടും നമ്മുടെ ബാധ്യതയാണ്. ഇപ്പൊ കാഫിറുകൾ എന്ന വാക്കിന് അർത്ഥം വെക്കുന്നതൊക്കെ മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ കാഫിറാണ്, ഒക്കെ നരകത്തിലാണ്, അങ്ങനെയൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മളാരും അങ്ങനെ പറയുന്നില്ല. കാഫിർ എന്ന് പറഞ്ഞത് അക്രമികൾ എന്ന അർത്ഥത്തിൽ മാത്രമാണ്. അത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, എല്ലാവരുടെ കൂട്ടത്തിലുണ്ടാകും. മുസ്ലിം എന്ന് പറഞ്ഞാൽ സമാധാനകാംക്ഷി എന്നാണ്. അത് എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. ഇവിടെ ആരാ സമാധാനകാംക്ഷികളല്ലാത്തത്? ഞങ്ങൾ ക്ഷണിക്കുന്നത് സ്വർഗത്തിന്റെ വഴിയല്ല ഞങ്ങൾ പറയുന്നത്. സ്വർഗത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യമാണ്. സ്വർഗം അള്ളാഹിന്റെ കാരുണ്യം, അത് എല്ലാവർക്കും കിട്ടിയേക്കാം, അതൊരു പ്രശ്നമേ അല്ല. ഞങ്ങൾ പറയുന്നത് ഇത് മാത്രമാണ്. അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങി വരണം, അള്ളാഹുവിനെ അറിയുക. നമ്മളെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാവിനേക്കാളും 100 ഇരട്ടി, ഒരു 100 ഉമ്മയുടെ കാരുണ്യം. പ്രിയപ്പെട്ടവരെ, മാതാവ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. ഒരു 100 ഉമ്മയുടെ കാരുണ്യമാണ് അള്ളാഹുവിന് നമ്മോടുള്ളത്. നമ്മൾ ആരെങ്കിലും അത് മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയമിടിപ്പ് ഇതൊരു സമയത്തേക്ക് നിലച്ചു പോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നമ്മുടെ ഓരോ നിമിഷവും നമ്മളെ കൈവിടാതെ നോക്കുന്ന
നമ്മുടെ അള്ളാഹുവിനെ ഒരിക്കലും മറന്നു പോകരുത്. ആ അള്ളാഹുവിലേക്ക് നിങ്ങൾ തിരിച്ചു പറയുന്നത് സ്നേഹത്തോടെ കൂടിയുള്ള ഒരു ക്ഷണമാണ്, ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഉത്ബോധനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇസ്ലാമിലേക്കും അള്ളാഹുവിലേക്ക് മടങ്ങി വരണം എന്നാണ് പറയാനുള്ളത്. മാതാവിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ഞാൻ കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിച്ചിരുന്ന ഒരു മാഷ്, ഇപ്പോഴും അദ്ദേഹം ഉണ്ട്. അദ്ദേഹമാണ് ഇന്ന് എൻ്റെ നാട്ടിലെ മഹല്ല് സെക്രട്ടറി, സലാമാഷ് എന്ന് പറയും. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ UP സ്കൂൾ ഹെഡ്മാഷായിരിക്കാൻ വിരമിച്ച ആളാണ്, ഇപ്പോൾ മഹല്ല് സെക്രട്ടറിയാണ്. അദ്ദേഹം കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് പറഞ്ഞൊരു കഥ ഉണ്ട്, ഉമ്മയെക്കുറിച്ച് പറഞ്ഞ കഥ. ഒരു മകൻ ഉമ്മയെ കൊന്നു. ഉമ്മയുടെ ശരീരഭാഗങ്ങൾ പല കഷ്ണങ്ങളാക്കി പല സ്ഥലങ്ങളിലായി കൊണ്ടുപോയി കുഴിച്ചിട്ടു. രാത്രിയുടെ ഇരുളിൽ അവസാനം തലഭാഗം വേറൊരു ഭാഗത്ത് കുഴിച്ചിടാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു കല്ലിൽ തട്ടിയിട്ട് മോൻ വീയാൻ പോകുമ്പോൾ ആ ഉമ്മയുടെ തലക്കുള്ളിൽ നിന്നൊരു ശബ്ദം ഏങ്ങി കരഞ്ഞുകൊണ്ട് പറയാ, എൻ്റെ മോനെ നീ വീയല്ലേ. അതാണ് മാതാവ്. അത്രമാത്രം സ്നേഹത്തിൻ്റെ ഒരു സംഭവമാണ് മാതാവ്. ഇത് ഈ മാതാവിനെ കുറിച്ചാണ് എല്ലാ സാഹിത്യകാരന്മാർ വർണ്ണിച്ചിരിക്കുക, എല്ലാ കവികളും വർണ്ണിച്ചിരിക്കുന്നത്. അപ്പം ഈ മാതാവിനേക്കാൾ 100 ഇരട്ടി കാരുണ്യം നമുക്ക് നമ്മുടെ അള്ളാവിന് നമ്മളോട് ഉണ്ട്. അപ്പോൾ ആ അള്ളാവിനെ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കണം. ഇവിടെ മാതാവിനെ തന്നെ എന്തൊക്കെയാണ് വിമർശിക്കുന്നത്. ഇപ്പോൾ മഹാനവർഗലിട്ടൊരു പോസ്റ്റ്, സ്വന്തം മാതാവ് മരിച്ചപ്പോൾ അദ്ദേഹം അതിലോകത്ത് അറിയിച്ച വിലകൾ കണ്ടില്ലേ, എൻ്റെ മാതാവ് ഹൂറന്മാരെ കള പോയത്. മാതാവ് അദ്ദേഹത്തോട് ചെയ്തത് ഒരു പക്ഷേ അനീതിയാണ് എന്ന് തോന്നുന്നുണ്ടാകാം. പക്ഷെ മാതാവിൻ്റെ ഒരു ജീവിത പശ്ചാത്തലവുമായി അങ്ങനെ പറയാനേ കഴിയോ. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, എൻ്റെ ആശയത്തിൽ അല്ലെങ്കിൽ ഇറങ്ങിപ്പോ എന്നൊക്കെ മാതാവ് പറഞ്ഞിട്ടുണ്ടാകാം. അതൊക്കെ മാതാവിനെ അത് അദ്ദേഹത്തിന് വേദന ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടും കുട്ടിക്കാലം മുതൽ അനുഭവിച്ച ആ വേദനയുടെ ഒരു പ്രശ്നമായിരിക്കാം അങ്ങനെ എഴുതാൻ അദ്ദേഹത്തിന് തോന്നിപ്പിച്ചത്. എന്നാലും അങ്ങനെയൊക്കെ എഴുതുമ്പോൾ അതൊരു ധാർമ്മികതയാണോ? അപ്പം നിങ്ങൾ പറയാറുണ്ട് മതമില്ലെങ്കിലും ഞങ്ങൾ ധാർമ്മികരായി ജീവിക്കുന്നു. ഇതെന്ത് ധാർമ്മികതയാണ്? എന്ത് ധാർമ്മികമായ ഒരു സന്ദേശമാണ് ഈ ലോകത്തിന് ഇത്രയും വലിയൊരു അനുയായികളുള്ള ഒരു നേതാവ്? ഇത് വലിയ അനുയായികൾ തന്നെയാണ്. കാരണം 10 ലക്ഷങ്ങളെ ഒരുമിച്ച് കൂട്ടി സമ്മേളനം നടത്തലല്ല നേതാവിൻ്റെ കഴിവ്. 10 ആളുകളാണെങ്കിൽ ആ 10 ആളുകളെ കേഡറായിട്ട് ഇങ്ങനെ ഇരുത്താൻ കഴിയാന്ന് പറഞ്ഞാൽ അത് സംഭവം തന്നെയാണ്. കൃത്യസമയത്ത് എത്തുന്നു, അത് വലിയ അച്ചടക്കത്തോടു കൂടിയാണ്. നിങ്ങളെ പ്രവർത്തനമൊക്കെ അഭിനന്ദിച്ചേ പറ്റൂ. നിങ്ങൾ വളരെ നല്ല കുറച്ച് ആളുകളാണെങ്കിൽ നല്ല സെറ്റപ്പായി പോകുന്ന ഒരു സംഘടനാ സംവിധാനങ്ങളോട് നിങ്ങൾ സംഘടനാ രീതികളൊക്കെ പ്രശംസിച്ചേ മതിയാകും. പക്ഷേ ഇവിടെ അണികൾക്ക് കൊടുക്കുന്ന ആ സന്ദേശം അത് വളരെ ക്രൂരമായൊരു സന്ദേശമായിപ്പോയി. അത്തരം പരിപാടികൾ പിന്മാറണം. അത് എനിക്ക് പറയാനുള്ളൊരു അപേക്ഷയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കോയ കോളിങ്ങിലേക്ക് വിളിക്കുന്ന ആളുകൾ പലതരക്കാരുണ്ടാവും. ഒരു സമൂഹത്തോട് സംസാരിക്കാൻ കടപ്പെട്ട ഒരാൾ ആരാകട്ടെ, ഒരു നേതാവ് എപ്പോഴും അവരുമായി ബന്ധപ്പെടുന്ന ആളുകളെ ഏറ്റവും അപ്രിസിയേറ്റ് ചെയ്ത് സംസാരിക്കാവും. പല ജാതി ആളുകളെ പല വിദ്യാഭ്യാസം കൊണ്ടും പല രീതികളും പല ചിന്താധിക്കാരും നമ്മെ വിളിക്കും. അപ്പോൾ വിളിക്കുന്ന ആളുകളോടൊക്കെ മാന്യമായി സംസാരിക്കുക. സമൂഹത്തെ പ്രവർത്തിക്കുന്ന ആളുകൾ സമൂഹത്തിലൊരാളായിരിക്കണം. സമൂഹവുമായി ഇണങ്ങുന്ന ആളുകളാണ് അവരോട് സംസാരിക്കേണ്ടത്. ഏത് കാര്യം പറയുന്ന കാര്യമായാലും, ബിസിനസ് കാര്യമായാലും, രാഷ്ട്രീയ കാര്യം പറയുന്ന ആളുകളായാലും, പിന്നെ ഇസ്ലാമിൻ്റെ കാര്യം പറയുന്ന ആളായാലും, ഇസ്ലാമിൽ വിമർശിക്കുന്ന കാര്യങ്ങൾ പറയുന്ന ആണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങൾ മാന്യമായി പറയുക എന്നത് നമ്മുടെ ഒരു സ്വഭാവമായി കണക്കാക്കണം എന്നാണ് എനിക്ക് സന്ദർഭോചിതമായി അപേക്ഷിക്കാനുള്ളത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട ഇസ്ലാമിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്ന് പറയാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. പിന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. യുക്തിബോധം ഉണ്ടാകണം. നിങ്ങൾക്ക് യുക്തിബോധം ഉണ്ടാകുമ്പോഴേ നിങ്ങൾ അല്ലാതെ അറിയുള്ളൂ. നിങ്ങൾ യുക്തിവാദികളാണ്. അത് യുക്തിവാദികളായിട്ട് കാര്യമില്ല. അതിങ്ങനെ ഒരു വാദം നിങ്ങളിങ്ങനെ വാദിക്കുകയാണ്. എതിരാളി പറയുന്ന മറുപടി നിങ്ങൾക്കൊരു പ്രശ്നമല്ല. നിങ്ങൾ എതിരാളി പറയുന്ന മറുപടി അല്ല ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപചോദ്യമാണ്. ഉപചോദ്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ചോദ്യങ്ങൾ നിങ്ങളിങ്ങനെ കടഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് മറ്റോനെങ്ങനെ ഉത്തരം മുട്ടിക്കുമ്പോൾ നിങ്ങൾക്കൊരു രസം തോന്നുകയാണ്. ഈ രസമാണ് പതുക്കെ നിങ്ങൾ യുക്തിവാദിയായി മാറിയത്. പണ്ടെന്നോ നിങ്ങളിങ്ങനെ ചില ആളുകളോട് ചോദിച്ചു, അപ്പോൾ അയാൾക്ക് ഉത്തരം മുട്ടിയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? വേറൊരാളോട് ചോദിച്ചു. അയാൾക്ക് ഉത്തരം മുട്ടിയെന്ന് കാണുമ്പോൾ വേറൊരാളോട് ചോദിച്ചു. അപ്പോഴൊക്കെ നിങ്ങൾ മുസ്ലിങ്ങൾ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ ക്രമേണ നിങ്ങൾക്ക് തോന്നുകയാണ് എൻ്റെ ചോദ്യമാണ് ശരി, മറ്റോൻ്റെ മൗനം തെറ്റാണ്, അപ്പോൾ മറ്റോൻ്റെ വിശ്വാസം തെറ്റാണ്. അങ്ങനെ ഒരു തരത്തിലേക്ക് നിങ്ങൾ വളർന്നു വന്നതാണ്. അന്ന് തന്നെ നിങ്ങളൊരു സൂഫിയെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾ ഇന്ന് ഇസ്ലാമിൻ്റെ നടുക്കഷ്ണമായി മാറുമായിരുന്നു. ഇതേപോലെ എന്നിലെ ചോദ്യങ്ങൾ ഇല്ലാതാക്കിയത് സൂഫിയാണ്. സൂഫികളെ മനസ്സിലാക്കുക, അള്ളാനെ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയും. അങ്ങനെ മടങ്ങി വരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. യുക്തിബോധം വളരട്ടെ, യുക്തിവാദം തളരട്ടെ എന്ന ആപ്തവാക്യത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിരിക്കുന്നു. അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ.